ഇത്ര ലൈംഗിക ദാരിദ്ര്യമുള്ളവരാണോ മലയാളികൾ? സംശയമുണ്ട്, അതിൽ സംശയമുണ്ട്. അടൂരി ആ പ്രസംഗത്തിനിടയിൽ ഒരു കാര്യം കൂടി പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യൻ സേനയിൽ ഇപ്പോൾ ആവശ്യത്തിനുണ്ട്. അതുകൊണ്ട് അപ്പൊ ഇപ്പൊ അത്തരക്കാരുടെ വരവില്ലെന്നാണോ ഞാൻ പറഞ്ഞു? നിങ്ങൾ എൻ്റെ വായി കൊണ്ടുവന്ന വാക്കുകളിടരുത്. ഈ ചാലയിലെ തൊഴിലാളികൾ തിക്കി തിരക്കി വരുന്നുണ്ട്. മുമ്പ് പൈസ ഇല്ലാതിരുന്ന സമയത്ത് IFFKക്ക് അവർ സെക്സ് സീൻ കാണുന്നതിന് വേണ്ടി വരുന്നതാണ്. ഒരു വിഭാഗത്തെ ആ തരത്തിൽ മോശമായി സംസാരിക്കുകയല്ലേ? അങ്ങനെ ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് വരാത്ത കാരണം എല്ലാവർക്കും അറിയാം. ചാലയിലെ തൊഴിലാളികൾ മാത്രമല്ല, ഒരുപാട് പേര് സെക്സ് കാണാൻ വേണ്ടി മാത്രം ഫെസ്റ്റിവൽ വരുന്നുണ്ട്. അത് സത്യമാണ്, എന്തെങ്കിലും നിഷേധിക്കുന്നില്ല. കാരണം അത് ഒരുപാട് അങ്ങനെയുള്ള രംഗങ്ങളുള്ള പടത്തിന് ഭയങ്കരമായി ആൾക്കൂട്ടം വരികയും ബഹളം ഉണ്ടാക്കുകയും ചെയ്യും. അത് അപ്പോൾ ഫോറിൻ ഫിലിംസ് മാത്രമേ അന്നിങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ വിഷമിക്കാനുള്ള ഇന്ത്യൻ സിനിമയിലുമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യൻ സിനിമയിൽ ഇപ്പോൾ ആവശ്യത്തിനുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അത്തരക്കാരുടെ വരവില്ലെന്നാണോ? കുറവാണ്. അത്ര ലൈംഗിക ദാരിദ്ര്യമുള്ളവരാണോ മലയാളികൾ? സംശയമുണ്ട്, അതിൽ സംശയമുണ്ട്. മുന്നിലെന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ എൻ്റെ വായി കൊണ്ടുവന്ന വാക്കുകളിടരുത്. ആദ്യം മര്യാദയ്ക്ക് സംസാരിക്കും. നിങ്ങൾ മര്യാദ പഠിക്കാതെ. ഞാനിവിടെ പറഞ്ഞത് മൂല്യമില്ലെന്ന് അല്ല. നിങ്ങൾ വേറൊരു പുഷ്പവതിയാവാതെ. ഇത്തരം പുഷ്പവതി അംഗീകരിക്കാൻ എനിക്ക് സാധ്യമല്ല. തുറന്നു പറയാം. എനിക്ക് സംസാരിക്കാതിരിക്കും. ഇപ്പോൾ സംസാരം നിർത്താമല്ലോ. നിങ്ങൾ ബലം പ്രയോഗിച്ച് എന്നെ കൊണ്ട് സംസാരിപ്പിക്കാൻ പറ്റും. ഇവിടെ ഞാൻ സംസാരം നിർത്തുന്നു. തീർന്നല്ലേ? താങ്കളുടെ ഒരു പരാമർശം ഉണ്ടായിരുന്നു വേദിയിൽ. ഹേമ കമ്മിറ്റി രൂപീകരിച്ചിട്ട് എവിടെ പോയി? പക്ഷെ മന്ത്രി അവിടെ വെച്ച് മറുപടിയും തന്നിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കോൺക്ലേവ് അടക്കം നടന്നതാണ്. ആ സ്റ്റാൻഡിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് താങ്കളുടെ പരാമർശത്തിൽ? സംശയം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരാത്ത കാരണം എല്ലാവർക്കും അറിയാം. കാരണം ആരോപണം നടത്തിയവർ തന്നെ ആരോപണം പിൻവലിച്ചു. ആരോപണം നടത്തിയവർ തന്നെ ആരോപണം പിൻവലിച്ചു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് പിൻവലിച്ചു? ആ ചോദ്യം ഭയം കൊണ്ട് പിൻവലിച്ചു. ഒരു ഉപകാരം ഉണ്ടായില്ല ഹേമ കമ്മിറ്റി? ഒരിക്കലുമില്ല. ഒരു പ്രയോജനം. ഇപ്പോൾ കോൺക്ലേവ് നടത്തിയെന്ന് പറഞ്ഞാൽ കോൺക്ലേവ് അല്ലാതെ നടത്തിയത്. പിന്നെ ഈ കോൺക്ലേവ് നടത്തിയാൽ ഒരു കാര്യം മനസ്സിലാക്കുക, സിനിമാ വ്യവസായത്തെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ ഗവൺമെൻറ്റിന് സാധ്യമല്ല. ഇത് 60-ാം വർഷത്തിൽ സിനിമയിൽ ജീവിക്കുന്ന ഒരാളാണ് പറയുന്നത്. ഞാൻ ഫിലിം ഇൻഡസ്ട്രി ട്രൈ ചെയ്തു. ഞങ്ങൾ സെൽഫ് റെഗുലേഷൻ കൗൺസിലുണ്ടാക്കി. ആ സെൽഫ് റെഗുലേഷൻ കൗൺസിൽ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി. സെൻസർ സർട്ടിഫിക്കറ്റ് അനുസരിച്ച് സെൻസർ പട്ടികയിലെ ഡേറ്റ് അനുസരിച്ച് വേണം പടം റിലീസ് ചെയ്യാൻ തീരുമാനിച്ചു. 77 കാലത്ത് 1977 ആ സെൽഫ് റെഗുലേഷൻ കൗൺസിലും ആക്ഷൻ കമ്മിറ്റിയിലും അംഗമായിരുന്നു ഞാൻ. അത് മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന ആക്ഷൻ കമ്മിറ്റി 3 പേര്. 3 പേര് 37-ാമത്തെ വയസ്സിൽ ഞാൻ ഒരുവനായിരുന്നു. ഒരാളായിരുന്നു ഞാൻ. എൻ്റെ സിനിമയെക്കുറിച്ച് ചുമ്മാ വർത്താനം പറയാമല്ല. ആ ആക്ഷൻ കമ്മിറ്റി 3 അംഗങ്ങളിൽ ഒരാൾ ഞാനായിരുന്നു. ഞങ്ങൾ ആക്ഷൻ കമ്മിറ്റിയാണ് തിയേറ്റർ ഒരു ആഴ്ചയിൽ ഒരു സിനിമയിൽ റിലീസ് ചെയ്യാൻ പാടുള്ളൂ. അത് സെൻസർ ചെയ്ത ഡേറ്റ് അനുസരിച്ച് ആദ്യം സെൻസർ ചെയ്ത പടം ആദ്യം പോകും. ആ കണക്കിൽ അത് പരാജയപ്പെട്ടു. കാരണം അതിൽ ആരും തയ്യാറാവും. ഇത് കോടികൾ, ലക്ഷങ്ങൾ, കോടികൾ, അന്ന് ലക്ഷങ്ങളാണ്, ഇന്നിപ്പോൾ കോടികളാണ്. കോടികൾ മുടക്കുന്ന ഒരു വ്യവസായത്തിൽ ഒരു നിയന്ത്രണത്തിനും സ്ഥാനമില്ല. ജനങ്ങളെ പടം ഓടിക്കുന്ന ഓർഡർ പോയി ഇന്നും തീരുമാനിക്കുന്നത് ഗവൺമെൻറ് അല്ല, ജനങ്ങളാണ്.